ഒരു നിമിഷം, ഒരേ ഒരു നിമിഷം എന്റെ പ്രിയപ്പെട്ടവരായ നന്മയാർന്ന നിങ്ങള് ഈ സങ്കടകരമായ അവസ്ഥ ഒന്ന് കാണണം. കാത്തിരുന്ന് ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു. അതിലൊരു കുഞ്ഞിന് സർജറി വേണം പറയുന്നുണ്ട്. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും സഹായിക്കണം. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ വേണം. ഞാൻ ഇത്രയും വർഷം കാത്തിരുന്ന ദൈവത്തിന് വിളിച്ചിട്ട് കിട്ടിയതാ എന്റെ 2 മക്കളെ. എനിക്ക് തിരിച്ചു വേണം എന്റെ മക്കളെ. നിങ്ങൾ സഹായിക്കണം. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് അല്ലേ? നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാ. നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ആ കുഞ്ഞുങ്ങളെ കൂടെ കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. നീണ്ട 16 വർഷം പ്രിയമുള്ളവരെ, 16 വർഷം നേർച്ചയും കാഴ്ചയൊക്കെ വെച്ചിട്ട് തനിക്ക് ദൈവം നൽകിയ 2 പൊന്നു മക്കള് ഇന്ന് ഈ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് നെഞ്ചിലെ ചൂട് ഏറ്റ് കിടക്കേണ്ട ഈ പൊന്നു മക്കൾ ഇന്ന് തണുത്തുറയുന്ന ഐസിയുവില് ജീവന് വേണ്ടി പടപുരുതുക. എന്റെ പ്രിയപ്പെട്ടവരായ നന്മയാർന്ന കാരുണ്യ മനസ്സുകളായ നിങ്ങൾ ആരും തന്നെ ഈ കാഴ്ച കണ്ട് തട്ടിമാറ്റി കളയരുത്. അത്രത്തോളം പ്രയാസത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മുന്നിൽ ഈ സങ്കടകരമായ അവസ്ഥ ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരു നിമിഷം നിങ്ങൾ ഈ കാഴ്ച കാണണം. ഒരു നിമിഷം ഈ അമ്മയുടെ വേദനയിൽ നിങ്ങളൊന്ന് കൂടണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം ഈ കുഞ്ഞു മാലാകമാർക്ക് വേണ്ടി നിങ്ങൾ നൽകണം. നീണ്ട 16 വർഷം ഈ സഹോദരി കാത്തിരുന്ന് കിട്ടിയ പൊന്നു മക്കള് ഇന്നും ആ സഹോദരി കാത്തിരിക്കുക തന്റെ പൊന്നു മക്കളെയും കാത്ത്. NEC എന്ന് പറയുന്ന മാരകമായിട്ടുള്ള അസുഖം ബാധിച്ച് ചികിത്സിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ മൂവാറ്റുപുഴയിലെ സബൈൻ ഹോസ്പിറ്റലിന്റെ ICUവിൽ കിടന്ന് ഈ ലോകം എന്താണെന്നോ, അമ്മയാണ് ആരാണെന്നോ, അച്ഛൻ ആരാണെന്നോ, ഞാൻ ഏത് മതത്തിൽപ്പെട്ട ആളാണോ എന്നൊന്നും അറിയാതെ ഈ പൊന്നു മക്കൾ ഇന്ന് കിടക്കുക അല്ലേ? ആ അമ്മയുടെ അരികിലേക്ക് എത്തേണ്ട പൊന്നു മക്കൾ ഇന്ന് വേദനയുടെ ലോകത്ത് അധഭാഗ്യരായിട്ട് കിടക്കുന്ന ഈ കാഴ്ച എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളായ നിങ്ങൾ ആരും തന്നെ കാണാതെ പോകരുത്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാ. നമുക്കൊക്കെ മക്കളുണ്ട്. നമ്മൾ ആ മക്കളൊപ്പം ചിരിക്കുമ്പം, കളിക്കുമ്പം, സന്തോഷിക്കുമ്പം നീണ്ട 16 വർഷം ഈ അമ്മ കാത്തിരുന്നുണ്ടായ ഈ പൊന്നു മക്കൾ ഇന്ന് ആ അമ്മയുടെ നെഞ്ചിലെ ചൂടേറ്റ് കിടക്കേണ്ട ഈ മക്കൾ ഇന്ന് തണുത്തുറയുന്ന ഐസിയുവില് ജീവന് വേണ്ടി പടപൊരുതുന്ന ഈ കാഴ്ച എന്റെ പ്രിയപ്പെട്ട നന്മയാർന്ന മാതാപിതാക്കളായ നിങ്ങൾ ആരും തന്നെ കാണാതെ പോകരുത് പ്രിയമുള്ളവരെ. ഈ പൊന്നു മക്കൾക്ക് വേണ്ടി, ഈ കുഞ്ഞു മാലാകകൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം ഈ അമ്മയ്ക്കും ഈ മക്കൾക്കും വേണ്ടി നിങ്ങൾ നൽകണം.